വളരെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു ജാർ എടുക്കുക. അതിലേക്ക് 2 കപ്പ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അതേ കപ്പിൽ തന്നെ 2 കപ്പ് നോർമൽ വാട്ടറും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 7, 8 ഏലക്ക ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. 2 നേന്ത്രപ്പഴം എടുത്തിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇതിലേക്ക് 350 ഗ്രാം ശർക്കര ഒന്ന് മെൽറ്റാക്കി അത് ചൂടോടുകൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുക. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കൊപ്ര നെയ്യിൽ വറുത്തെടുത്ത് ഇത് നമ്മുടെ മാവിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക. ഒരു ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഓയിലൊന്ന് ചൂടാവുമ്പോൾ ഇതിൽ നിന്ന് ഓരോ സ്പൂൺ എടുത്ത് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ഒരു ഗോൾഡൻ കളറാവുമ്പോൾ ഉണ്ണിയപ്പച്ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ചുട്ടെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പമാണ്. വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ 1 കപ്പ് വറുത്ത അരിപ്പൊടിയും ഒരു നേന്ത്രപ്പഴവും ഉണ്ടെങ്കിൽ വളരെ സോഫ്റ്റായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.